ഹലോ ഗായ്സ്, ഹാനുഗേമിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകേണ്ടത് മൈൻക്രാഫ്റ്റിന് അതുവരെ നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നലെ വീഡിയോ ഇടാനെന്ന് പറഞ്ഞാൽ ഇവിടെ മഴയൊക്കെ ആയിരുന്നു, അപ്പം നോയ്സ്, അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തില്ല. അപ്പം അതിന് വരെ ഇന്ന് രാവിലെ ഇപ്പം തൊട്ട് കുറച്ച് തന്നെ ഞാൻ മൈൻ ചെയ്യാനൊന്ന് ഇറങ്ങിയപ്പം കുറേ സ്ഥലത്ത് ഡയമണ്ട് ഉണ്ട്. അല്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ സൈഡിലൊരു ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചെന്ന് ഇപ്പം തന്നെ അങ്ങ് വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്, പവറാക്കുക. അപ്പം അതേ പറഞ്ഞാൽ വേർപ്പിക്കുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഡയമണ്ട് പൊട്ടിച്ചങ്ങ് തുടങ്ങിയേക്കാം ഗൈസ്. ഡയമണ്ട് വേട്ട 2 3 പേരെ അവിടെ ഇല്ല, 3 ആയിരത്തി പേരുണ്ടെന്ന്. ചുമ്മാ അത് പൊട്ടിച്ച് നോക്കി സൈഡിലൊക്കെ വല്ലതും ഉണ്ടോയെന്ന്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഒരു ഡയമണ്ട് വശം കണ്ടതിൻ്റെ അവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ട്. എന്നെ അടിച്ച് പഞ്ഞിക്കിട്ടവൻ. ഇപ്പം ഹെൽത്ത് കൂട്ടിയിട്ട് ഞാൻ അവിടുന്ന് അതേണ്ടിരിക്കുന്ന ഡയമണ്ട്. ഇത് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇതുവഴി ഇങ്ങനെ ഓടി വന്ന് അപ്പം ഞാൻ ഇത് കണ്ടില്ല. ഇത് ഡയമണ്ട് വേട്ടയാണെന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പം മാറിപ്പോയനെ. സത്യം, മൈനിങ്ങിന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല ഐശ്വര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഐശ്വര്യത്തിൻ്റെ ലോകമാകുന്നത്. ഞാൻ 2 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, 3ാമത്തെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോയപ്പം ഞാൻ സ്കെൽറ്റൻ ഇട്ട് ഓടിച്ച്. ഞാൻ ഹെൽത്ത് കുറവായിരുന്നു. അയ്യോ, ഞാനിങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് സ്കെൽറ്റനൊക്കെ ഉണ്ട്. അപ്പുറത്ത് നോക്കിയപ്പം ഡയമണ്ട് അപ്പുറത്തിരിക്കുന്നു. നമുക്ക് അതിന് വേണ്ടി കാര്യം ചെയ്യണം ഗൈസ്. ഒരു ഷീൽഡ് ഉണ്ടാക്കണം. ആ 28 ആയനായി നമുക്ക് ഇപ്പം ഷീൽഡ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ട് ഒരു ഫർണസ് വെച്ചിട്ട് ഒരയൺ മതി നമുക്ക്. തൽക്കാലം തൽക്കാലം ഒറ്റ അയണിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ ഇതുവഴി ഓടി വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുവഴിയല്ലേ നമ്മളിപ്പോൾ അയൺ എത്തത്. പണ്ടയ്ക്ക് വല്ലതും ഉണ്ടോ ഗായ്സ്? ഞാൻ കാണാത്ത പോലത്തെ വല്ല ഡയമണ്ട് ഉണ്ടെങ്കിൽ പറയണം. ഇതുണ്ട് ഇതുവഴി അങ്ങനെ ഓടിക്കറി അവിടെ ഞാൻ ഒളിച്ചിരുന്നത്. അപ്പോൾ മണ്ടക്കൂടെ തന്നെ വന്നു. ഒന്ന് മതി 2 നോക്കുക. മതി ഇത്രയുള്ളൂ. ഇത്ര ധാരാളം. ഒരേ ഇത് എന്നിട്ട് ഇതങ്ങ് ഇതങ്ങ് പൊട്ടിച്ചെടുക്കുക. ഇപ്പം ഏതായാലും അയണുണ്ട്. ഇപ്പോൾ ഷീൽഡുണ്ടൊക്കെ കയ്യിരിക്കട്ടെ, നല്ലതല്ലേ. യുവന്മാർ ശല്യം രൂക്ഷമായി വരുന്നു. ഓക്കെ ഇത്ര മതി. മണ്ടക്കോട്ട് കയറാം. അതേണ്ടി 2 അയൺ ഗൈസ്. ഈ അയൺ കളക്ട് എത്ര ഇപ്പോൾ പൊട്ടിക്കാൻ സമയമില്ല. മണ്ടയ്ക്ക് ഞാൻ ഡയമണ്ട് ഉണ്ട്, അത് ഫസ്റ്റ് എടുത്തിട്ട് മതി. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. മസാല തപ്പി പിടിക്കണം. എത്തിയിട്ട് കാണിക്കാം ഗൈസ്. കിട്ടി. ഞാൻ വലിച്ച് ഇവിടെ കണ്ട് അവനെ കണ്ട് ഇവിടെ ഇത് ഈ 2 കാണുന്നുള്ളൂ. എന്നാണ്ട് ഞാൻ എവിടെ നിന്നാണ്ട് അതേണ്ട ഇവിടുന്ന് ഇങ്ങനെ അയണിങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ നോക്കി. ഇവിടെ ഈ 2 മാത്രം ഇരിക്കുന്നു. സൈഡിലോട്ട് പൊട്ടിച്ച് 2 നോക്കിയതോ. ഇപ്പം മാറിപ്പോയേനെ. ഇപ്പം ഡയമണ്ടല്ലേ പൊട്ടിപ്പോയേനെ. ഇനിയുണ്ടോ? ഇത് 8 കിട്ടി നോക്കി. ഇവിടുന്ന് 8 അയൺ 8 ഡയമണ്ട് കിട്ടി ഗൈസ്. പിന്നെ മണ്ടയ്ക്ക് എവിടുന്നോ ഞാൻ കണ്ടു. അതിന് മുന്നേ ഞാനിപ്പം ഇതുവഴിയല്ല വന്നു. അവിടുന്ന് ആ അയണും കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് പോയി
ഞാൻ അടുത്ത ഡയമണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് എടുത്ത സ്ഥലത്ത് പോയി ആ ഡയമണ്ട് കൂടെ മൈൻ ചെയ്ത് എടുത്തിട്ട് കാണാം ഗൈസ്. ഗൈസ് അടുത്ത ഡയമണ്ട് ഞാൻ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ വന്ന് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ച് പോകുമായിരുന്നു. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. താഴെ കുറേ മോപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും മൈൻ ചെയ്തിട്ട് ഇവിടെ സ്കൂട്ടാകാം. പിന്നെ ലാവയൊന്നും പുറത്ത് വരാമെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ സൈഡിൽ വല്ലതും ഉണ്ടോ? ഒന്നേ ഉള്ളൂ. ഞാൻ അടുത്ത സ്ഥലത്ത് പോയി നോക്കട്ടെ എങ്ങാനും. ഇതുവഴിയൊക്കെ ഞാൻ വന്ന് നോക്കിയതെന്നായിരിക്കും. ഇതുവഴിയാണ് ഞാൻ വന്നത്. ഇവിടെ വല്ല എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഗോൾഡുണ്ട്, എടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യം ഗോൾഡൻ ആപ്പിളോ ഗോൾഡൻ ക്യാരറ്റോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം വരും ഗൈസ്. ചെറുതായിട്ടും ചത്തുപോയി ഗൈസ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പോയി സാധനം എടുക്കട്ടെ ഗൈസ്. പണ്ടൊരു സ്കെൽറ്റൺ ഞാൻ സ്പോട്ടി ഇതെടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട്. നമ്മളിവിടെ തന്നെ ഗൈസ്. ഇത് പണ്ടൊരു ഞാൻ പോയി ആ സ്ഥലത്ത് പോയി കണ്ട് സാധനം കിട്ടി ഗൈസ്. അയ്യോ സത്യ ഞാൻ വീണ്ടും വീണ്ടും ഇറങ്ങി വരാൻ നിറച്ച് ഞാൻ കത്തുപോയായിരുന്നു. ആദ്യത്തിന് എന്തൊരു സാധനം കൈ കിട്ടി, എല്ലാം കിട്ടി. എന്തൊരു ഡയമണ്ട് കിട്ടി. ഈ ഡയമണ്ട് കിട്ടിയാൽ വേറെ എന്ത് പോയാലും ഡയമണ്ടും അയണ ഫുഡും വേറെ എന്ത് പൊക്കോട്ട്. പിന്നെ ബക്കറ്റൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ വേറെ കാര്യം. ഇതെല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് എന്തായാലും അടുത്ത ഡയമണ്ട് തപ്പി ഇറങ്ങട്ടെ ഗൈസ്. ഇത് എത്രാമത്തെ വട്ടം ഞാൻ ചാവുമെന്ന് അറിയാം. വീണ്ടും ഞാൻ റീസ്പോണായി മണ്ടക്കിൽ നിന്ന് വന്ന് അപ്പോൾ വീണ്ടും ഞാൻ വന്ന് കളക്ട് ചെയ്ത സാധനമാണ് ഗൈസ്. ഞാൻ വീണ്ടും ഒന്നെങ്കിൽ ഞാൻ മണ്ടക്കൊണ്ട് വെക്കട്ടെ ഗൈസ്. ചെസ്റ്റിനകത്ത് കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. അതേ നടക്കില്ലെങ്കിൽ ഡയമണ്ട് പോക്കാം ഗൈസ്. ഞാൻ പുറം ലോകം കണ്ടിരിക്കുന്നു ഗൈസ്. പുറം ലോകം കുറേ നേരമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ചത്തിട്ടാണെന്നേ ഉള്ളൂ. സാധനങ്ങളോടെ പുറം ലോകം കാണുന്നത് ഇപ്പോഴാണ് ഗൈസ്. ഇതിനെ എവിടെ എൻ്റെ ചെസ്റ്റിൽ കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചത്ത് കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് പോകുന്നു. ക്യാരറ്റ് വന്നിട്ട് വിളവെടുക്കാം. അല്ലെങ്കിൽ ക്യാരറ്റും കൊണ്ട് പോകണം. ഫുഡില്ലാതെ ഒന്നും നടക്കത്തില്ല. അയ്യോ ഇതെല്ലാം തൽക്കാലം ഇത് ഞാൻ ഇത്ര സാധനങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കിയായിരുന്നു. ഒരു വേണ്ടി സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് കാണാം ഗൈസ്. ഇതെല്ലാം പൊട്ട്. ഞാൻ റെക്സ്റ്റോണാണ് മെയിനായിട്ട് തപ്പിപ്പോയെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടി റെക്സ്റ്റോൺ വേണം. അത് ഇതിനകത്തുനിന്നൊരു ഊരായിരുന്നു. അടുത്ത കൈ വെച്ചിട്ട് ലെഗൻസ് ഊരി വെച്ചിട്ടാണ് പോയത് കൈ. ഇതിവിടെ വെച്ചിട്ട് ഞാൻ ക്ലിയർ ആക്കിയ സ്ഥലം കാണിച്ചിട്ട് നമുക്ക് വില്ലേജ് ബ്രീഡർ ഇതുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, ഇത്രയും ഞാൻ ക്ലിയർ ആക്കി. നമുക്ക് ഈ ഒരു ഭാഗത്തെ വില്ലേജ് ബ്രീഡർ ഉണ്ട്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, അതുപോലെ ഇടിച്ച് നിരത്തിയാണ് ഇത്ര സ്ഥലം ഉണ്ടാക്കിയത് ഗൈസ്. ഇനി നമുക്ക് ക്യാരറ്റ് വിളവെടുക്കണം. ക്യാരറ്റ് ഇതെല്ലാം പൊട്ടിച്ചേക്കാം. ക്യാരറ്റ് എനിക്ക് ഫുഡ് കുറവായിരുന്നു. ദൈവം കനിഞ്ഞ് പെട്ടെന്ന് പയ്യെ വളർന്ന്. എന്നാലും എനിക്ക് കറക്റ്റ് സമയത്ത് ആവശ്യമായ രീതിയിൽ എനിക്ക് തന്നു ദൈവം. ഒരു സ്റ്റാക്ക് ഉണ്ടായിരുന്നു, ഒരു സ്റ്റാക്ക് കിട്ടി. ഇനി ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് കാണാം ഗൈസ്.
ഗൈസ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് വീണ്ടും മൈനിങ്ങിന് തന്നെ ഇറങ്ങാം. അതെനിക്ക് മറ്റേ ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. അവിടെ ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കോ. ഫസ്റ്റ് രണ്ടും ഡയമണ്ട് ഇട്ട സ്ഥലമാണ് ഗൈസ്. ഗൈസ് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് ഇട്ട സ്ഥലം. 69 മൈനസ് വൈ ലെവല് 1436. അതാണ് നമ്മുടെ വൈ ലെവലും കോണിക്സ് അല്ല മറക്കാം. അയ്യോ, അപ്പോൾ നമുക്ക് അവിടെ പോയി അങ്ങോട്ട് കളക്ട് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ ഞാൻ അത് മൈൻ ചെയ്തെടുത്തോളാം ഗൈസ്. ഇപ്പോൾ ഒരു തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പോകണം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തമ്മിലുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വരെ ഇറ്റ്സ് മീ ഹാനോ ഗെയിമിംഗ് സൈനിങ്.